നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ഒരു നല്ല മെൻറ്റർ ആകുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് പോവുക. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ സംസ്കാരത്തിൽ ഗുരു എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഗുരു എന്ന ചിന്ത വളരെ കുറവാണ്, തുലോം കുറവാണ് എന്ന് തന്നെ പറയാം. ആ സ്ഥാനത്താണ് മെൻറ്റർ കടന്നു വരിക. ഒരാളിനെ ശരിയായ വഴികളിലൂടെ ചരിപ്പിക്കുവാൻ, ശരിയായ രീതികളിൽ അയാൾക്ക് വിജയം നേടിക്കൊടുക്കുവാൻ അയാളെ സഹായിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് മെൻറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു നല്ല മെൻറ്റർ ആകുന്നത് എങ്ങനെ എന്ന ചില വിഷയങ്ങൾ നമുക്കിന്ന് കേൾക്കാം. ഒന്നാമത്, നല്ലൊരു മെൻറ്റർ ശരിയായ ലക്ഷ്യം കാണിച്ചു കൊടുക്കും. ഒരാളുടെ സ്കിൽ എന്താണ്, ഒരാളുടെ കഴിവെന്താണ്, ഒരാൾ എന്തൊക്കെ സ്കിൽ നേടി തൻ്റെ കഴിവുകളെ കൂടുതലായി വളർത്തണം, തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, തൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ ശരിയാക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നയാളാണ് മെൻറ്റർ. അപ്പോൾ ഒന്നാമത് ഒരു മെൻറ്ററിൻ്റെ രീതി എന്ന് പറയുന്നത് ശരിയായ ലക്ഷ്യം മനസ്സിലാക്കി അയാളെ മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് സിസ്റ്റമായി മെൻറ്റർ മാറുകയാണ്. അയാളുടെ വൈകാരികമായ, മാനസികമായ, മോറലായ രീതികളെ, അയാളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം കൊടുക്കണം. കാരണം ഒരാൾ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ രീതികളിലാണ് പ്രശ്നങ്ങൾ വരുന്നത്, തടസ്സങ്ങൾ വരുന്നത്, ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ശേഷി ചിലപ്പോൾ അയാൾക്ക് ഉണ്ടായി എന്ന് വരില്ല. അയാളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുവാനായിട്ട് അയാൾക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഒരു സിസ്റ്റം ആവശ്യമാണ്. ഒരു നല്ല മെൻറ്റർ ഒരു സപ്പോർട്ടറായിട്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ഒരാളായിട്ട് മാറും. അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം കോച്ചിങ് ആണ്. നമുക്കറിയാം, ഒരു ഗുരു ഒരാളിനെ പരിശീലിപ്പിക്കുക കൂടെ ചെയ്യും. ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, രണ്ടും വേണം. സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കുന്നത് കോച്ചിങ്ങിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. അങ്ങനെ മാത്രമല്ല, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, തൻ്റെ ജീവിതത്തിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ മാറ്റിക്കളയണം എന്നുകൂടെ ഒരു മെൻറ്റർ ഒരാളിനെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത് ഡിറക്ഷനാണ്, അല്ലെങ്കിൽ ശരിയായ ദിശാബോധം ആ വ്യക്തിക്ക്, ആർക്കാണോ ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ടത് അയാൾക്ക് നൽകേണ്ടത് മെൻറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുവാൻ പല വഴികളുണ്ടായിരിക്കും. എന്നാൽ ഓരോ മനുഷ്യരും, നമുക്കറിയാം, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പോൾ ശരിയായ വഴികളിലൂടെ അയാൾ സഞ്ചരിക്കണമെങ്കിൽ, അയാളുടെ ലക്ഷ്യത്തിലേക്ക് അയാൾ പോകണമെങ്കിൽ അയാൾക്ക് അനുയോജ്യമായ, അല്ലെങ്കിൽ അയാൾക്ക് മാത്രം ചെല്ലാൻ കഴിയുന്ന വഴികളിലൂടെ വേണം അയാൾ സഞ്ചരിക്കുവാൻ. ഒരു മെൻറ്റർ ഒരാളിനെ ശരിയായി മനസ്സിലാക്കി ഈ വഴികളിലൂടെ വേണം നിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി നീ പരിശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആവശ്യമാണ്. അങ്ങനെ ശരിയായ വഴികൾ, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശരിയായ വഴികൾ ഒരു മെൻറ്റർ പറഞ്ഞു കൊടുക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത് വിജയം നേടുവാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഏത് സ്വാംശീകരിക്കണം, ഏത് വിട്ടുകളയണം എന്ന് ഒരു മെൻറ്റർ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത് ഉപദേശങ്ങളാണ്. ഒരു യാത്രയിൽ, അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള ഒരു യാത്രയിൽ ഒരാൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ അത്യാവശ്യമായിരിക്കും. സമയാസമയം ഉപദേശമാണ്. ഇതൊരു കുറച്ച് കാലത്തേക്ക് മാത്രമുള്ള ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ അല്ല. ഇത് നീണ്ടകാലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്, അയാളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, ജീവിതത്തിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ വളർച്ചയുടെ വഴികൾ, അതിനനുസരിച്ച് ശരിയായ ഉപദേശങ്ങൾ, വളർച്ചയിലെ ഉപദേശങ്ങൾ ആവശ്യമാണ്. ചിലർ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് വെളിയിലേക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ശരിയായ രീതിയിൽ, മിതമായ രീതിയിൽ സന്തോഷത്തെ കാണിക്കണം എന്നുകൂടെ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു മെൻറ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ രീതികളിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും തുടർച്ചയായ ഉപദേശങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ്. നല്ലൊരു മെൻറ്റർ തുടർച്ചയായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത് പ്രചോദനമാണ്. പ്രചോദനം എന്ന് പറയുന്നത് ഒരാളിൻ്റെ വളർച്ചയുടെ വേഗത കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നയാൾ വളരെ വേഗം സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നിന്നു പോകാനും സാധ്യതയുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു വാഹനത്തിൻ്റെ ഇന്ധനം എങ്ങനെയാണ്, പെട്രോളോ ഡീസലോ എങ്ങനെയാണോ അതുപോലെയാണ് പ്രചോദനം, മോട്ടിവേഷൻ എന്ന് പറയാം. അപ്പോൾ ശരിയായ രീതിയിൽ ഒരാൾ മുന്നോട്ട് പോകണമെങ്കിൽ അയാൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനങ്ങൾ അയാളുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിലുണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ ചില ആൾക്കാർ വിട്ടുകളയും, ഇനി വേണ്ട, നിർത്തിക്കളയാം
കളയാം എന്ന് ചിന്തിക്കുന്ന അവസരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഒരു നല്ല മെൻറ്റർ ശരിയായ രീതികളിൽ ശരിയായ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത് അയാളെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെയല്ല അങ്ങനെയാണ്, നിന്നു പോകാൻ പാടില്ല, നീ നിന്നു പോയാൽ നീ കാരണം ഒരുപാട് പേർ നിന്നു പോകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ മുന്നിലേക്ക് കൊണ്ടുപോകും. അടുത്ത കാര്യമെന്ന് പറയുന്നത് പരിശീലനമാണ്. പരിശീലനം എന്ന് പറയുമ്പോൾ ഇടതടവില്ലാതെ നിരന്തരമായി ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും പരിശീലനം അത്യാവശ്യമാണ്. ഇതാണ് നല്ലൊരു മെൻറ്ററിൻ്റെ ലക്ഷണം. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.